നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് 6 ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണവുമായി രാഹുൽ ഗാന്ധി. ബിജെപിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്ന് തെളിവുകൾ നിരത്തി രാഹുൽ. ये अब एविडेंस है, ये क्रिमिनल एविडेंस है और इलेक्शन कमीशन देश में पूरे एविडेंस को डिस्ट्रॉय करने की सोच रहा है. കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷത്തിലേറെ വോട്ടുകൾ മോഷ്ടിച്ചു. ക്രമക്കേട് മറയ്ക്കാൻ മഹാരാഷ്ട്രയിൽ CCTV ദൃശ്യം നശിപ്പിച്ചുവെന്നും രാഹുൽ. പരാതിയുണ്ടെങ്കിൽ ചട്ടപ്രകാരം പരാതി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളി. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിന്റെ അന്വേഷണം ഭീകരവാദ വിരുദ്ധ സംഘത്തിന് കൈമാറാൻ കേന്ദ്ര നീക്കം. പരിശോധന ആരംഭിച്ച CTCR. സംഘർഷ സാഹചര്യം നേരിടാൻ പ്രദേശത്ത് കൂടുതൽ പോലീസ്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറുകൾ എത്തിച്ച് പരിശോധന തുടരുമെന്ന് SIT. ജൈനമ തിരോധാന കേസിൽ സെബാസ്റ്റ്യൻ 7 ദിവസം കൂടി കസ്റ്റഡിയിൽ. സെബാസ്റ്റ്യന്റെ ബന്ധുവിന്റെയും അയൽവാസിയുടെയും വെളിപ്പെടുത്തലുകൾ വിശദമായി പരിശോധിക്കും. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റിയെന്ന കുടുംബം. FIR ഇടാൻ പോലും കാലതാമസമുണ്ടായെന്ന് സഹോദരൻ പ്രവീൺ. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഇന്ത്യ. കർഷകരുടെയും രാജ്യത്തിന്റെയും താൽപര്യം എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി. भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा. വ്യക്തിപരമായി വില നൽകേണ്ടി വന്നാലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് മോദി. റഷ്യയുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടർന്ന ഇന്ത്യ. ശ്വേത മേനോനെതിരായ കേസിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ശ്വേതയുടെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. CJM കോടതിയിൽ നിന്നും റിപ്പോർട്ട് തേടി. ശ്വേതയ്ക്ക് പിന്തുണയുമായി കൂടുതൽ താരങ്ങൾ. യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും അധിക്ഷേപിച്ച വിനായകനെതിരെ പരാതി. അസഭ്യം ഒഴിവാക്കി അധിക്ഷേപം തുടർന്ന് വീണ്ടും വിനായകന്റെ പോസ്റ്റ്. വിനായകനെതിരെ വാർത്ത നൽകിയതിന് ന്യൂസ് 18നും ഭീഷണി. ധരാലിയിൽ ഇഴഞ്ഞ രക്ഷാപ്രവർത്തനം. ക്രെയിനും ഉപകരണങ്ങളും എത്തിക്കാനായില്ല. റോഡും പാലങ്ങളും ഒന്നാകെ തകർന്നത് വെല്ലുവിളി. 274 പേരെ രക്ഷിച്ചുവെന്ന മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ മലയാളികൾ ITPB ക്യാമ്പിൽ. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊല. SIയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ആത്മരക്ഷാർത്ഥം വെടിവെച്ചുവെന്ന് വിശദീകരണം. തിരുപ്പൂരിലേത് ഈ വർഷം തമിഴ്നാട്ടിൽ നടക്കുന്ന 3ാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകം. ലൈവ് 6ലേക്ക് വിശദമായി. BJPക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി. അട്ടിമറി നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമാണെന്ന ആരോപണമാണ് രാഹുൽ ഉന്നയിച്ചത്. വ്യാജവിലാസങ്ങളിൽ വൻതോതിൽ വോട്ടർമാർ, ഒരേ വിലാസത്തിൽ നിരവധി വോട്ടർമാർ, ഒരാൾക്ക് 3 സംസ്ഥാനത്ത് വരെ വോട്ട് എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് ആധാരമായി വോട്ടർ പട്ടികയും വിലാസങ്ങളിലെ പൊരുത്തക്കേടുകളും നിരത്തുന്ന തെളിവുകളുമായി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി. आखिरी बात, नरेंद्र मोदी ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവുണ്ടെന്ന് വ്യക്തമാക്കിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം. മഹാരാഷ്ട്രയിലടക്കം തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായും വോട്ട് മോഷണം നടക്കുന്നതായും രാഹുൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിന്റെ തെളിവുകളും പുറത്തുവിട്ടു. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നു.
അവിടെ അസാധാരണ പോളിംഗ് ആണ് നടന്നത്. 5 മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് പലയിടത്തും കുതിച്ചുയർന്നു. മഹാരാഷ്ട്രയിലെ രേഖകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിച്ചു. കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും കമ്മീഷൻ വോട്ടർ പട്ടിക നൽകിയില്ല. CCTV ദൃശ്യങ്ങൾ 45 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നശിപ്പിച്ചു. नरेंद्र मोदी 25 लोकसभा सीट के कारण प्रधानमंत्री हैं. हमें इलेक्शन कमीशन ये डेटा इसलिए नहीं दे रहा है क्योंकि अगर हमने जो यहां महादपुर में किया, अगर हम इसे बाकी लोकसभाओं में करा देंगे तो देश की डेमोक्रेसी की लोकतंत्र की सच्चाई बाहर आ जाएगी. ये अब एविडेंस है, ये क्रिमिनल एविडेंस है और इलेक्शन कमीशन देश में पूरे एविडेंस को डिस्ट्रॉय करने की सोच रहा है. ബാംഗ്ലൂർ സെൻട്രലിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ മഹാദേവപുര ഒഴികെ മറ്റിടങ്ങളിലെ വോട്ടുകളിൽ കോൺഗ്രസിന് 85,000 ലീഡുണ്ടായിരുന്നു. എന്നാൽ മഹാദേവപുരയിലെ മാത്രം വോട്ട് കൂട്ടിയപ്പോൾ 35,000 വോട്ടിന് BJP സ്ഥാനാർത്ഥി ജയിച്ചു. ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,14,000 വോട്ടുകളാണ് BJPക്ക് അധികമായി കിട്ടിയത്. മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ 6 ലക്ഷം വോട്ടുകളിൽ 1 ലക്ഷത്തിലധികം വോട്ടുകൾ വ്യാജമാണെന്നും രാഹുൽ ആരോപിച്ചു. വോട്ടർമാരിൽ ചിലരുടെ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് അക്ഷരങ്ങൾ മാത്രമാണുള്ളത്. 70-80 വയസ്സുള്ളവർ കന്നി വോട്ടർമാരായി. വീട്ടു നമ്പർ രേഖപ്പെടുത്തേണ്ടിടത്ത് ചേർത്തിരിക്കുന്നത് 0 എന്നാണ്. ഇങ്ങനെ വോട്ടർ പട്ടിക ചൂണ്ടിക്കാട്ടിയാണ് ആരോപണം ഉന്നയിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സെബാസ്റ്റ്യന്റെ ക്രൂരതകൾ പുറത്തേക്ക്. ജൈനമ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി 7 ദിവസത്തേക്ക് കൂടി നീട്ടി. 13 വരെയാണ് കസ്റ്റഡി നീട്ടിയത്. ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് കിടക്കാൻ നല്ല സൗകര്യം നൽകണമെന്ന് സെബാസ്റ്റ്യൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. നിയമത്തിന്റെ പരിധിയിൽ നിന്നുള്ള സൗകര്യം നൽകണമെന്ന് അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. DNA ഫലം ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെയാണ് ഇന്ന് വീണ്ടും സെബാസ്റ്റ്യനെ ഏറ്റുമാനൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 1 ഹാജരാക്കിയത്. തുടർന്നാണ് കോടതി സെബാസ്റ്റ്യനുമായുള്ള വിവിധ കാര്യങ്ങൾ ചോദിച്ചത്. പോലീസ് ഉപദ്രവിക്കുന്നുണ്ടോ എന്നത് അടക്കമുള്ള ചോദ്യത്തോട് ഇല്ല എന്നായിരുന്നു സെബാസ്റ്റ്യന്റെ മറുപടി. ഷുഗർ കൂടി നിൽക്കുകയാണ് എന്നും സെബാസ്റ്റ്യൻ കോടതിയെ ബോധ്യപ്പെടുത്തി. എന്തായാലും 7 ദിവസത്തെ കൂടി കസ്റ്റഡി വേണം എന്ന ആവശ്യമാണ് അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചത്. അത് 7 ദിവസവും അനുവദിച്ചു. അതായത് 13-ാം തീയതി വരെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുണ്ടാകും സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. സെബാസ്റ്റ്യന് കിടക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ് എന്ന കാര്യം സെബാസ്റ്റ്യൻ കോടതിയിൽ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന നിർദ്ദേശമാണ് ഫലത്തിൽ ക്രൈംബ്രാഞ്ചിന് കോടതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ദിവസവും ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിപ്പിക്കണം എന്ന നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. നിലവിലെന്തായാലും ഈ കേസിൽ വളരെ നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ DNA പരിശോധനാ ഫലം ലഭിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് ഈ ഒരാഴ്ചക്കുള്ളിൽ ഈ കസ്റ്റഡി കാലാവധിയിലുള്ള സമയത്ത് തന്നെ അത് ലഭിക്കും എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രതീക്ഷ ഉള്ളത്. അതിനനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാകുക. ഇപ്പോഴും പരിപൂർണമായും സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല. പക്ഷെ പല കാര്യങ്ങൾക്കും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ സെബാസ്റ്റ്യൻ നൽകുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം നൽകുന്ന ഒരു വിവരം. എന്തായാലും ഇന്ന് ഹാജരാക്കിയ പ്രതിയെ വീണ്ടും 12-ാം തീയതി ഒന്നുകൂടി ഹാജരാക്കണം. കാരണം അന്നാണ് കസ്റ്റഡി തീരുന്നത്. പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങാനുള്ള നിർദ്ദേശമാണ് ക്രൈംബ്രാഞ്ചിന് കോടതി നൽകിയിരിക്കുന്നത്. അതേസമയം ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ ആദ്യ അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന് സഹോദരൻ പ്രവീൺ ആരോപിച്ചു. FIR ഇടാൻ പോലും കാലതാമസമുണ്ടായി. ബിന്ദുവിന്റെയും തന്റെയും പേരിലുണ്ടായിരുന്ന 3 ഏക്കർ ഭൂമി സെബാസ്റ്റ്യൻ തട്ടിയെടുത്തു. ഓരോ ഘട്ടത്തിലും തന്റെയും ബന്ധുക്കളെയും ബിന്ദു ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയായിരുന്നു. ബിന്ദു ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ കരുതുന്നില്ല എന്നും പ്രവീൺ പറഞ്ഞു. ചേർത്തലയിലെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സെബാസ്റ്റ്യന്റെ സഹോദരൻ ബന്ധു കൂടിയായിട്ടുള്ള അച്ഛന്റെ സഹോദരന്റെ മകൻ സിബി പോലീസ് നൽകിയിട്ടുള്ള ഒരു മൊഴിയാണ്. അതായത് സെബാസ്റ്റ്യൻ ചെറുപ്പകാലത്ത് തന്നെ ഇത്തരം ഒരു ക്രിമിനൽ വാസനയുള്ള ആളാണെന്ന് സ്ഥിരീകരിക്കുന്ന മൊഴിയാണ് സിബിയുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ളത്. കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ഈ മൊഴി ശേഖരിച്ചിട്ടുള്ളത്. അതിൽ വ്യക്തമാക്കുന്നത് സെബാസ്റ്റ്യൻ വളരെ ചെറിയ 17 വയസ്സ് പ്രായമുള്ള സമയത്ത് വീട്ടിലെ ഇലക്ട്രിക് കണക്ഷനുമായി ബന്ധപ്പെട്ട് കൈവയർ
വലിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് തന്റെ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ വിഷം കലർത്തി എന്നുള്ള നിർണായകമായ മൊഴിയാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ വിഷം കലർത്തിയതിനെ തുടർന്ന് അന്ന് തിരിച്ചു വന്ന, അതായത് ആ സമയത്ത് സഹോദരി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പുറത്തുപോയി വന്നവർ തിരിച്ച് കഴിച്ചവർ ഈ ഭക്ഷണം കഴിച്ചതോടുകൂടി ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. ഭക്ഷണം പരിശോധിച്ച ഘട്ടത്തിൽ അതിന് ദുർഗന്ധം ഉൾപ്പെടെ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ഡോക്ടർ അത് എലിവിഷമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇവരെ സൂചിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ തുടക്കം മുതൽ തന്നെ, കൗമാര കാലഘട്ടം മുതൽ തന്നെ ക്രിമിനൽ വാസന ഉള്ള ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതിനെ സംബന്ധിച്ച നിർണായകമായ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. മറ്റൊന്ന്, ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ബിന്ദുവിന്റെ സഹോദരൻ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഇന്ന് അദ്ദേഹം വിശദമായി ഒന്നുകൂടി മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിനകത്ത് ഇയാളുടെ അവിടെ നിന്ന് കണ്ടെത്തിയ എല്ലുകളുടെ സാമ്പിളുകളുടെ DNA പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിൽ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള DNA പ്രൊഫൈൽ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള രക്തസാമ്പിളുകൾ ഉൾപ്പെടെ നൽകുന്നതിനായാണ് ഇപ്പോൾ പ്രവീൺ ഇവിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയിട്ടുള്ളത്. പ്രവീൺ പറയുന്നതും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അതായത് 1996 മുതൽ പ്രവീൺ ഇവിടെയില്ല. 2003 ബിന്ദുവിന്റെ അച്ഛനും അമ്മയും മരിക്കുന്നു. അതോടുകൂടി തന്നെ മുഴുവൻ സ്വത്തുക്കളും, അതായത് 3 ഏക്കറോളം ഭൂമി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ കൈവശപ്പെടുത്തി എന്നുള്ളതാണ്. ബിന്ദു ജീവിച്ചിരിക്കുന്നു എന്ന് താൻ കരുതുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിൽ വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയം, ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അതായത് തന്റെ സഹോദരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചേർത്തല പോലീസിൽ അന്ന് പരാതി നൽകിയപ്പോൾ, 2017 കാലയളവിൽ പരാതി നൽകിയപ്പോൾ ആ കേസ് കാര്യമായ രീതിയിൽ അന്വേഷിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. FIR ഇടാൻ പോലും കാലതാമസമുണ്ടായി. പലപ്പോഴും പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുമ്പോൾ ഈ കേസ് അന്വേഷണം സംബന്ധിച്ച് അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് തനിക്ക് മനസ്സിലായി എന്നുള്ള ഗൗരവകരമായ ആരോപണം പോലീസിനെതിരെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നു. വിശദമായ ഒരു പരാതിയാണ് താൻ നൽകിയത്. അതായത് തന്റെ സഹോദരിയെ വെറുമൊരു മിസ്സിംഗ് കേസായിട്ടല്ല താൻ കൊടുത്തത്, മറിച്ച് തന്റെ സഹോദരിയെ കാണാനല്ല, ഒപ്പം തന്നെ കോടിക്കണക്കിന് രൂപ വരുന്ന ഈ സഹോദരിയുടെ സ്വത്തുവകകൾ, തന്റെയും സഹോദരിയുടേതുമായ സ്വത്തുവകകൾ സെബാസ്റ്റ്യൻ നേതൃത്വത്തിൽ അത് വഴിവിട്ട് ഉപയോഗിച്ചു അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മറിച്ചു വിൽക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വിശദാംശങ്ങൾ അടങ്ങുന്ന പരാതി ആണ് നൽകിയത്. എന്നിട്ട് പോലും ആ ഒരു തിരോധാന കേസിൽ വേണ്ടത്ര ഗൗരവം പോലീസ് കാണിച്ചില്ല. ഒരു സ്ത്രീയുടെ തിരോധാന കേസിൽ നടക്കേണ്ട അന്വേഷണം ഈ കേസിൽ നടന്നിട്ടില്ല എന്നുള്ള വ്യക്തമായ ആരോപണമാണ് ഇപ്പോൾ പ്രവീണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഡിപ്പാർട്ട്മെന്റിന് 8 പേജുള്ള എല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് പോയത്. അതിൽ തന്നെ ഈ വസ്തു മറിച്ച് വിറ്റതും വസ്തു മറിച്ച് വിറ്റ സ്ത്രീയെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാം വിശദമായ ഒരു പരാതിയാണ്. ആ പരാതിക്ക് FIR ഇടാൻ കാല സമയമെടുത്തു. ആ അന്വേഷണത്തിന് ഇച്ചിരി ലേറ്റ് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാണ്. ഇപ്പോഴുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഇത് ആദ്യത്തെ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടാകണമല്ലോ എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ മിസ്സിംഗ് കേസിൽ FIR ഇടാനൊക്കെ ഒരു ലേറ്റ്. ഞങ്ങൾ പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിലുള്ള സമീപനവും കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു ഡിലേ വരുമ്പോഴും. അത് ശരിയാണ്. അന്നത്തെ ചേർത്തലയിലെ കേസ് അന്വേഷണ സംഘം അന്നത്തെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പ്രതിക്കൂട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ആരോപണം കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ അന്വേഷണത്തെ സംബന്ധിച്ച തൃപ്തിയുണ്ടെന്നാണ് പ്രവീൺ വ്യക്തമാക്കിയിട്ടുള്ളത്. അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ, ഉടൻ മടങ്ങിപ്പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ പ്രവീൺ വിശ്വസിക്കുന്നത് ബിന്ദു ജീവനോടെ ഉണ്ടാവില്ല, അതിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണ് എന്നുള്ളതും വ്യക്തമാക്കുന്നു. നാട്ടിലെത്തി സെബാസ്റ്റ്യനെ കാണാൻ ശ്രമിച്ച, അതായത് ബിന്ദുവിന്റെ തിരോധാനം 2017 പരാതി നൽകുന്ന ഘട്ടത്തിൽ നാട്ടിലെത്തി സെബാസ്റ്റ്യനെ കാണാൻ ശ്രമിച്ച തന്നെ 4 മാസത്തോളം, ഒരു അപ്പോയിന്റ്മെന്റ് നൽകാൻ പോലും 4 മാസത്തോളം അയാൾ വൈകിപ്പിച്ചു എന്നുള്ളത് അടക്കമുള്ള ഗൗരവകരമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഒപ്പം പലതവണ ബന്ധുക്കളെയും തന്നെയും ബിന്ദുവിന്റെ ഫോൺ കോളുകളാണ് എന്ന് പറഞ്ഞു ബിന്ദു വന്നു പോയി എന്നുള്ള രീതിയിൽ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ സെബാസ്റ്റ്യനും ചില സ്ത്രീകളെ അടക്കം ഫോണിൽ വിളിച്ചും ഇക്കാര്യങ്ങൾ അയാൾ ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ള ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടപെടലായിരുന്നു എന്നുള്ളതാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ കൂടുതൽ സ്ത്രീകളുടെ തിരോധാനത്തിലും അന്വേഷണ പരിധിയിലുണ്ട്. സെബാസ്റ്റ്യന്റെ പുരയിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് പരിശോധന നടന്നത്. ചേർത്തലയിലെ പുരയിടത്തിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ വിരൽ ചൂണ്ടിയത് ദുരൂഹത നിറഞ്ഞ തിരോധാനങ്ങളിലേക്ക്. നിരവധി ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസാണ് ഈ പള്ളിപ്പുറത്ത് ജൈനമ്മയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവം എന്നുള്ളതാണ്. ന്യൂസ് 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശരണ്യ സ്നേഹജൻ ഓരോ ദിവസവും പുറത്തു കൊണ്ടുവന്നത് കേരളം ഞെട്ടലോടെ കേട്ട വാർത്തകൾ. ചെറിയ കുഴിയെടുത്ത് ആ കുഴിയിൽ മാത്രമാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്.
കേസിൽ അന്വേഷണ സംഘം സംശയിച്ചതെല്ലാം ആദ്യം പറഞ്ഞത് ന്യൂസ് 18. ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ പ്രതി സെബാസ്റ്റ്യൻ തനിക്ക് വിറ്റുവെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ജുവലറി ഉടമ. അവിടെ എടുത്തു പിറ്റേ ദിവസമാണ് പൈസ കൊണ്ടുപോകുന്നത്, അന്ന് വന്നിട്ടില്ല. ആലപ്പുഴ ചേർത്തലയിലെ നഗരത്തിലെ ജുവലറിയിൽ അത് വിറ്റു എന്നുള്ളതിന്റെ സ്ഥിരീകരണമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പൈസ അവരെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി സെബാസ്റ്റ്യനായിട്ടുള്ള പണമിടപാടുണ്ടായിരുന്നു. ന്യൂസ് 18 കേരളം, വാർത്തകളിൽ എന്നും മുന്നിൽ. ധർമ്മസ്ഥലയിലേക്ക് കേന്ദ്ര ഏജൻസി എത്തുമോ? കൂട്ടക്കൊലപാതക കേസിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ. അന്വേഷണം തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറിയേക്കും. ടെററിസം ആൻഡ് കൗണ്ടർ റാഡിക്കലൈസേഷൻ വിഭാഗം ഇത് സംബന്ധിച്ചുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തു. കേസ് NIAക്ക് കൈമാറണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇതിനിടയിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഇന്നുണ്ടായില്ല. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം എത്തിച്ച് പരിശോധന തുടരാനാണ് SITയുടെ തീരുമാനം. 13-ാം പോയിന്റിലായിരുന്നു ഇന്ന് പരിശോധന നടത്തേണ്ടത്. പക്ഷേ SIT സംഘം ഇന്ന് പരിശോധനയ്ക്കായി എത്തിയില്ല. ശുചീകരണ തൊഴിലാളിയും ഒപ്പം SIT ഉദ്യോഗസ്ഥരും ഇന്ന് ബൽത്തങ്ങാടി ക്യാമ്പ് ഓഫീസിൽ മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള കൂടിയാലോചനയൊക്കെ നടന്നു. ഇന്നത്തെ പരിശോധന ഏതായാലും 13-ാം പോയിന്റ് വളരെ പ്രധാനമാണ്. വലിയ തോതിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് ഉണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലം കൂടിയാണത്. അതുകൊണ്ട് തന്നെ അവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവന്ന് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രം കുഴിച്ചു പരിശോധന മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ മാത്രമേ ഈ 13-ാം പോയിന്റിൽ പരിശോധന ഉണ്ടാകും. വിശദമായ പരിശോധനയാണ് ഈ പോയിന്റ് 13-ൽ ഇപ്പോൾ SIT ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഒരുപാട് തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളൊന്നും പുറത്ത് മാധ്യമങ്ങളോടൊന്നും ഇത് SIT പങ്കുവച്ചിട്ടില്ല. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെയുള്ള ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതായത് DGP ആണ് ഈ കാര്യത്തിൽ ഇന്നലെ ഇവിടെ എത്തി ഈ SIT ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം ഇതുവരെയുള്ള എല്ലാ വിശദാംശങ്ങളും ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയതും പിന്നീട് അത് മുഖ്യമന്ത്രിക്ക് ഇന്ന് സമർപ്പിച്ചിട്ടുമുണ്ട്. ഇനി എന്താണ് SITയുടെ തുടർ നീക്കം? അത് വളരെ പ്രധാനമാണ്. 14-ഉം 15-ഉം ആരോപണ വിധേയരായ വ്യക്തിയുടെ സ്ഥലമാണ്. ആ സ്ഥലത്ത് പരിശോധിക്കാനുള്ള കോടതി ഉത്തരവും ഇപ്പോൾ SIT സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ ഇനി എന്ന് പരിശോധന ഉണ്ടാകും. വളരെ നിർണായകമായ പരിശോധനയായിരിക്കും അത്തരം ഭാഗങ്ങളിൽ ഉണ്ടാവില്ല. ഇതിനിടയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 3-നാണ് ഇത്തരത്തിൽ പരാതി ലഭിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 14-ന് ഈ പരാതി ഇത്തരത്തിൽ അന്വേഷിക്കാനായി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന് കൈമാറിയിട്ടുണ്ട്. ഈ തീവ്രവാദ വിരുദ്ധ വിഭാഗം ഇത് സംബന്ധിച്ചിപ്പോൾ പരിശോധന നടത്തിവരുന്നു. CTCR-നാണ് ഇത് കൂടുതൽ പരിശോധിക്കാനായി ഇവർ കൈമാറിയിരിക്കുന്നത്. ഏതായാലും ഈ കേസ് ഇനി കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമോ അതും വളരെ നിർണായകമാണ്. കാരണം SITയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് വലിയ പരിമിതിയുണ്ട് ഈ കേസിൽ തുടരന്വേഷണത്തിനായി. ഒരുപക്ഷെ കേന്ദ്ര ഏജൻസി വന്നു കഴിഞ്ഞാൽ കൂടുതൽ വ്യാപ്തിയോടുകൂടിയുള്ള അന്വേഷണം ഉണ്ടാകും. ഒരുപാട് ഉന്നതർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം പുറത്ത് ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് SITയെ സംബന്ധിച്ചിടത്തോളം വലിയ പരിമിതിയുണ്ട്. എന്നാലും ഇനി നമുക്ക് അറിയേണ്ടത് ഈ കേസ് SIT ഇനി എത്രത്തോളം മുന്നോട്ട് പോകും. ഇതുവരെ ഉണ്ടായ SITയുടെ അന്വേഷണത്തിലുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുമോ, അതല്ല കേന്ദ്ര ഏജൻസി ഈ ഒരു അന്വേഷണത്തിനായി ഇവിടെ എത്തുമോ? ഏതായാലും വരും ദിവസങ്ങളിൽ അത് നമുക്ക് അറിയാൻ പറ്റും. ഏതായാലും ഇപ്പോൾ നിലവിൽ SIT കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KB ബൈജു, ന്യൂസ് 18. നടി ശ്വേത മേനോനെതിരായിട്ടുള്ള കേസിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ശ്വേതയുടെ വാദങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസ് എടുക്കാൻ നിർദ്ദേശിച്ച എറണാകുളം CJM കോടതിയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു. സഹപ്രവർത്തകർ നേരിട്ടത് ദൗർഭാഗ്യകരമായിട്ടുള്ള അനുഭവമാണെന്ന് നടൻ രവീന്ദ്രനും കേസ് അനാവശ്യമെന്ന് നടൻ ടോവിനോ തോമസും പ്രതികരിച്ചു. കീഴ്ക്കോടതി നടപടിക്രമം പാലിച്ചില്ലെന്നും മജിസ്ട്രേറ്റ് തിടുക്കം കാട്ടിയെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസിൽ എറണാകുളം CJM കോടതിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്.
ഹർജി പോലീസിന് കൈമാറും മുൻപ് സ്വീകരിച്ച തുടർ നടപടികൾ അറിയിക്കുവാനും നിർദ്ദേശം നൽകി. പോലീസിനും പരാതിക്കാരനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. അമ്മ സംഘടനയിലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയെന്നാണ് ശ്വേതയുടെ വാദം. ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ശ്വേതാ മേനോൻ നേരിട്ടത് നിർഭാഗ്യകരമായ അനുഭവമാണെന്നും വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും നടൻ രവീന്ദ്രൻ പറഞ്ഞു. നമ്മളെപ്പോഴും വന്നിട്ട് ആൾക്ക് വേണമെങ്കിലും കഴിവരി തേക്കാമെന്നുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ടത് തോന്നുന്നത്. ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോടതി വിമർശിക്കാനാണല്ല, പക്ഷെ എന്നിരുന്നാലും ഞാൻ ഏറ്റവും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം നമ്മുടെ അഭിനേതാക്കൾക്കെതിരെ വരുന്ന എല്ലാ ഇത്തരം കുബുദ്ധിപരമായിട്ടുള്ള ഈ വക്രീകരിച്ചുള്ള കരിവേലി തേക്കാനുള്ള എല്ലാ സംരംഭങ്ങളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഞങ്ങൾ ഒരുമിച്ച് വന്ന് തീർച്ചയായിട്ടും അഭിനേതാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് തീർക്കും. പരാതി തമാശയായും അനാവശ്യമായും തോന്നുന്നുവെന്ന് നടൻ ടൊവിനോയും പ്രതികരിച്ചു. അതേസമയം പരാതിക്കാരൻ മാർട്ടിൻ മേനാച്ചേരി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചെന്ന പരാതിയുമായി യുവതി രംഗത്തെത്തി. താൻ നൽകിയ പീഡന പരാതിയിൽ മാർട്ടിൻ ഭീഷണിപ്പെടുത്തിയെന്നും മാധ്യമപ്രവർത്തകനെന്ന് പറഞ്ഞായിരുന്നു വിളിച്ചതെന്നും സജിത്ര ന്യൂസ് 18നോട് പറഞ്ഞു. അതായത് ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന പുള്ളിക്കാരനെ എനിക്ക് ഡയറക്റ്റ് പരിചയമില്ല. പക്ഷെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിലെ അലീഷാന എന്നും പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനെതിരെ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന കുട്ടി അവരുടെയാണ്, അലീഷാനന്റെയാണ്. അപ്പൊ അത് കേസായിട്ട് നമ്മൾ കോടതിയിൽ നിൽക്കുന്നതാണ്. ഈ അലീഷാനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മാർട്ടിൻ മാനാച്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ഫസ്റ്റ് ഭീഷണി സ്വരത്തിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മാർട്ടിൻ മാനാച്ചേരി എന്നോട് ആദ്യം പറഞ്ഞത് കർമ്മ ന്യൂസിലെ റിപ്പോർട്ടർ ആണെന്നാണ്, നേരത്തെ അവിടെ ജോലി ചെയ്ത വ്യക്തിയാണെന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് മീഡിയ 1 എന്നും പറഞ്ഞിട്ടുള്ള ചാനലില് പുള്ളിക്കാരുണ്ട്. എന്റെ കയ്യിൽ തെളിവുണ്ട് മേഡം. അവരോട് ഞാൻ വിളിച്ച് ചോദിക്കുന്നതിനും സംസാരിക്കുന്നതിനും. അമ്മ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കാനിരിക്കെ പരാതിക്കാരന് പിന്നിൽ ഒരു വിഭാഗം താരങ്ങളാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സത്യത്തിൽ ഞാൻ അമ്മയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശ്വേതാ മേനോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ ഈ മാസങ്ങളിലാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ ജൂലൈ മാസത്തിലാണ്. അതേസമയം ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ പരാതി കൊടുക്കുന്നത് ഏപ്രിൽ 30-ാം തീയതി കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. അതിലും നടപടി ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞാൻ CJM കോടതിയെ ഞാൻ സമീപിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. യേശുദാസിനും അടൂർ ഗോപാലകൃഷ്ണനുമെതിരായിട്ടുള്ള അധിക്ഷേപ പോസ്റ്റ് പിൻവലിച്ച് നടൻ വിനായകൻ അസഭ്യം ഒഴിവാക്കി വിമർശനം ഉന്നയിച്ചിട്ടുള്ളതാണ് പുതിയ പോസ്റ്റ്. സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ച മലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുമെന്നും വിനായകൻ പുതിയ FB പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇതിനിടെ അധിക്ഷേപ പോസ്റ്റിൽ നടപടി ആവശ്യപ്പെട്ട് വിനായകനെതിരെ പോലീസിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ് നേതാവ് NS നുസൂറാണ് DGPക്ക് പരാതി നൽകിയത്. ന്യൂസ് 18നും ഭീഷണിയുമായി നടൻ വിനായകൻ. ന്യൂസ് 18 മേലധികാരികൾക്കും അവതാരക അപർണ കുറുപ്പിനും നാളെ 12 മണിക്കുള്ളിൽ മറുപടി ഉണ്ടാകുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. വിനായകന്റെ അറപ്പുളവാക്കുന്ന അശ്ലീല പോസ്റ്റിനെതിരെ അപർണ നൽകിയ വാർത്തയാണ് ഭീഷണിക്ക് അടിസ്ഥാനം. ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക ചെയ്ത ഒരു വാർത്ത, അതൊരു ചാനലിന്റെ നിലപാടാണ്. ആ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു താരം അല്ലെങ്കിൽ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ഒരു പരാമർശത്തിനെതിരെ പുഷ്പാവതി പൊയ്പ്പാടത്ത് അടക്കമുള്ളവർ ഉയർന്നു വരുമ്പോൾ ഇത് ഏത് തരത്തിലാണ് സാമൂഹ്യ കേരളം ചിന്തിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി വലിയ ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾക്കൊപ്പമാണ് ന്യൂസ് 18 നിന്നത്. ആ ചർച്ചകൾക്കൊപ്പമാണ് നമ്മളുടെ ഡിബേറ്റുകൾ നടന്നത്. ആ ചർച്ചകൾ അനുസരിച്ചാണ് നമ്മൾ നിലപാടെടുത്തത്. ആ നിലപാടിനെ ഇങ്ങനെ ഒരു അസഭ്യ പോസ്റ്റ് കൊണ്ട് ഒറ്റ നിമിഷത്തിൽ വിനായകനെ പോലെ ഒരാൾ റദ്ദാക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ പുഷ്പാവതി ഉയർത്തിപ്പിടിച്ച ആ വിഷയത്തിനെ പരിപൂർണമായിട്ട് റദ്ദ് ചെയ്യുന്ന ഒരാളുടെ പോസ്റ്റിനൊപ്പമാണോ നിൽക്കേണ്ടത്? അത് ഒരു വിഷയം. രണ്ടാമത്തത്, എല്ലാ കാലത്തും സ്ത്രീ വിരുദ്ധതയും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധത, ആ ഒരു വാക്കുപയോഗിച്ചാൽ പോലും തർക്കമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഈ സമൂഹ മാധ്യമത്തിൽ ഡിജിറ്റൽ മീഡിയയിൽ എന്തും പറയാം. അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിക്കുമ്പോൾ എന്തിനാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീൻസ് വിഷയത്തിൽ പരാമർശം നടത്തിയ യേശുദാസിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ പോലും പുലഭ്യം പറയുന്ന രീതിയിലുള്ള പോസ്റ്റ് എന്തിനാണ്
വിനായകൻ ഇടുന്നത് അഡ്രസ്സ് ചെയ്യുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ വിഷയമല്ലേ? അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ, അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ അതിന് ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ ഈ തരത്തിലല്ല പ്രതികരിക്കേണ്ടത്. ഈ തരത്തിൽ പ്രതികരിച്ച് KPMS അടക്കം വലിയ പ്രതിഷേധമൊക്കെ നടത്തിയതാണ് അടൂരിന്റെ വീട്ടിലൊക്കെ. ഇത്തരം പ്രതിഷേധങ്ങളെ പോലും റദ്ദാക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് വിനായകന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ എങ്ങനെയാണ് വിനായകൻ അതിനനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരാളെന്ന് പറയാൻ കഴിയുക? പുരോഗമനവാദമാണോ ഈ പച്ചത്തെറി പറയുന്നത്? പച്ചത്തെറി പറയുന്നതാണോ പുരോഗമനവാദം? ഇന്ന് യൂത്ത് കോൺഗ്രസ് വിനായകനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇടതുപക്ഷ ഹാൻഡിലുകളുടെ ഭാഗത്തുനിന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇന്നലത്തെ പോസ്റ്റിനെ കുറിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഇത് പറയുന്നത് ഒരു വ്യക്തിയുടെ നേർക്കല്ല, ഒരു വ്യക്തി എന്ന ഒരാളുടെ ഭാഗത്തെ കുറിച്ചല്ല, ഒരു കോസിനെ നശിപ്പിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ ഒരാഴ്ച രാഷ്ട്രീയ കേരളം, സാമൂഹിക കേരളം, സാംസ്കാരിക കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. സിനിമ കോൺക്ലേവ് എന്നൊരു വേദിയിൽ അടൂരിനെ പോലെ ഒരു മുതിർന്ന ചലച്ചിത്രകാരൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെട്ടത്, അത് ആരോഗ്യപരമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പുഷ്പാവതി പൊയ്പാടത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല പുഷ്പാവതി എന്ന് പറഞ്ഞ അടൂരിനെതിരെ എത്രയോ വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. അത് സമചിത്തതയോടുകൂടി ആ പ്രതിഷേധങ്ങളെയാണ് കേരളം കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എത്രയോ പേർ സമൂഹ മാധ്യമങ്ങൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമുക്കറിയുന്ന പോലെ വളരെ രാഷ്ട്രീയ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളൊക്കെ പങ്കെടുക്കുന്ന സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ളവർ, രാഷ്ട്രീയ നിരീക്ഷകരടക്കം വലിയ വിമർശനങ്ങൾ വിനായകനെതിരെ ഉയർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള വിമർശനങ്ങൾ അതിനകത്തുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണമോ വിമർശനമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പോസ്റ്റോ വിനായകന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഈ വീഡിയോ അവതരിപ്പിച്ചത് എനിക്ക് വളരെ ഉറപ്പുണ്ട് രേണുക, ഒരുപക്ഷെ ഈ വീഡിയോ അവതരിപ്പിച്ചത് നമ്മുടെ ചാനലിലെ ഒരു പുരുഷ ജേർണലിസ്റ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ വിനായകന്റെ ഭാഗത്തുനിന്ന് ഈ തരത്തിലുള്ള ഒരു മറുപടി ഉണ്ടാകുമായിരുന്നു എന്നുപോലും സംശയമുണ്ട്. അപ്പുറത്ത് നിൽക്കുന്നത് സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെയാണ് താൻ പെരുമാറുക, സ്ത്രീകളോട് തന്റെ പെരുമാറ്റം ഇതാണ്, താൻ ഒരു കുട്ടികൾക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് വിളിക്കുന്ന ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീയോട് മോശമായ രീതിയിൽ ലൈംഗിക ചുവയുള്ള ഭാഷയിൽ ഒരാൾക്ക് സംസാരിക്കാമെങ്കിൽ ഈ രീതിയിൽ തുറന്ന് വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഒരു സ്ത്രീയോടും അയാൾക്ക് ഈ ഭാഷയിലെ സംസാരിക്കാൻ കഴിയൂ, ഈ ഭീഷണിയിലെ സംസാരിക്കാൻ കഴിയൂ. 12 മണിക്ക് മുമ്പ് ഉത്തരം തരാമെന്ന് പറയുന്നത് അതും ഒരു ഭീഷണിയാണ്. നമ്മുടെ ഒരു ചാനൽ നെറ്റ്വർക്കിനോട്, ഒരു ടെലിവിഷൻ സ്ഥാപനത്തോട്, അതിലൊരു മാധ്യമ പ്രവർത്തകയോട് ഈ വീഡിയോയുടെ പുറത്ത് ഈ രീതിയിൽ ഭീഷണി പറയുന്നത് അത് വിനായകൻ എത്രയോ കാലമായിട്ട് തുടർന്ന് വരുന്ന വിനായകന്റെ സ്വന്തം ശൈലിയാണ്. അപ്പോൾ ഈ ശൈലിയെ കൈയടിച്ച് ഉദ്ഘോഷിക്കുകയും ഇതൊരു രാഷ്ട്രീയത്തിന്റെ പരിച്ഛേദമാണെന്നും അല്ലെങ്കിൽ ഇത് ഒരു അധകൃത വർഗം ഉയർന്നു വരുമ്പോൾ പച്ചയായ മനുഷ്യരായിട്ട് പറയുന്നതാണ്, അതാണ് പുരോഗമനം എന്നൊക്കെ പറഞ്ഞ പലരുമുണ്ട്. ഇതൊക്കെ ശരിയാണോ എന്നുള്ള ഒരു പരിശോധനയാണ് നടത്തേണ്ടത്. ഇത് ഏതെങ്കിലും തരത്തിലൊരു പുരോഗമനവാദമല്ല, സാമൂഹ്യ നീതിക്കായിട്ടുള്ള ഉയരുന്ന ശബ്ദങ്ങളെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുകയാണ് ഇത്തരം വഷളത്തരം. ആ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. വിനായകന്റെ പോസ്റ്റ്, ആ നിലപാട് വഷളത്തരമാണ്, അശ്ലീലമാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ പുറത്തിറങ്ങി നിന്ന് ഈ ഭാഷ പറയുന്ന ഒരാളെ നമ്മൾ എന്താണ് ചെയ്യുക? ഒന്നുകിൽ നാട്ടുകാർ തല്ലുകയാണ് ചെയ്യുക, അതല്ലെങ്കിൽ അയാൾ ഒരു മാനസിക രോഗിയാണെന്ന് മുദ്ര കുത്തുകയും ചെയ്യും. ഒരു കലാകാരനായതുകൊണ്ട് ഇത് രണ്ടും ഉണ്ടാവുകയില്ല. വലിയ പ്രിവിലേജ് ഉണ്ടാകാം, ആരെയും എന്തും പറയാം, എന്ത് വൃത്തികേടും പറയാം എന്ന് എങ്ങനെയാണ് അയാൾക്ക് കരുതാൻ കഴിയുക? അതാണ് വീഡിയോയിൽ പറഞ്ഞത്. റാപ്പർ വേടന്റെ കൊച്ചിയിലെ സംഗീത പരിപാടി മാറ്റിവെച്ചു. വേടൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ബലാത്സംഗ കേസിൽ വേടൻ ഒളിവിലാണ്. ശനിയാഴ്ച കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടത്താനിരുന്ന ഓളം ലൈവ് എന്ന പരിപാടിയാണ് മാറ്റിവെച്ചത്. മറ്റൊരു ദിവസം പരിപാടി നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. എന്നാൽ വേടൻ ഒളിവിലാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പ്രതികരിച്ചു. എല്ലാ കാര്യങ്ങളും നോക്കി നടപടിയെടുക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. വേടൻ്റെ പ്രസന്റ് ലൊക്കേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം എന്നെ പറയുന്നില്ല. നമ്മൾ ലൊക്കേഷൻസ് അതൊക്കെ എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നമ്മൾ ഈ വിഷയത്തിലെ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിലവിലെ ഹൈക്കോടതിയുടെ മുൻപ് പെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും. അത് വരുന്ന സമയം വരെ നമ്മൾ ഈ കേസിലെ അന്വേഷണത്തിലെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേ സാക്ഷികൾ കണ്ട് ചോദിക്കുക, മറ്റു വിവരങ്ങൾ
എടുക്കുക എന്നതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത്. അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അല്ല, അതിനെപ്പറ്റി നമുക്കൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയാം. ഉത്തരാഖണ്ഡിലേക്കാണ് ഇനി. അവിടെ ധരാലിയിൽ 3-ാം ദിനവും രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ടുള്ള തോതിൽ തുടങ്ങാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. വലിയ ക്രെയിനും മറ്റുപകരണങ്ങളും ഇതുവരെയും സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ധരാലിയിലേക്കുള്ള റോഡും പാലങ്ങളും ഒന്നാകെ മണ്ണിടിച്ചിലിൽ തകർന്നടിഞ്ഞതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഇതുവരെ 274 പേരെ രക്ഷിച്ചുവെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. മുംബൈയിൽ നിന്നുള്ള 20 പേരടക്കം ദുരന്തത്തിൽപ്പെട്ട 28 മലയാളികളും സുരക്ഷിതരാണ്. സ്ത്രീകളടങ്ങുന്ന സംഘത്തെ ITBP ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. അഭിലാഷ്, വലിയൊരു ദുരന്തത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവിടത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനുള്ള ഊർജിതമായിട്ടുള്ള സാഹചര്യങ്ങൾ എത്തിക്കുവാനോ അതിനുള്ള സൗകര്യം ഒരുക്കുവാനോ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. എന്താണ് നിലവിലത്തെ സാഹചര്യം? എൽദോ, അവിടെ ഇപ്പോൾ 274 പേരെ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 274 പേരെ മാത്രമാണ് അവിടുന്ന് ഇതുവരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇന്ത്യൻ ആർമി, ITBP, ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്നിങ്ങനെ 500ഓളം സൈനികർ അടങ്ങുന്ന ഒരു സംഘം അവിടെ സ്ഥലത്തെത്തി നടപടികൾ തുടങ്ങിയെങ്കിലും, രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും അവിടുന്ന് ഒരുപാട് പേരെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ പ്രദേശത്ത് ഇപ്പോൾ സൈനികരും ഈ രക്ഷാപ്രവർത്തന സംഘങ്ങളും എത്തുന്നത് ഹെലികോപ്റ്റർ വഴിയാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 3 ഹെലികോപ്റ്റർ വഴിയാണ് അവിടേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ എത്തുന്നതും രക്ഷാപ്രവർത്തനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. പക്ഷേ പ്രധാനപ്പെട്ട ഈ ധരാലിയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയുണ്ടായ പ്രളയത്തിൽ ഒലിച്ചുപോയി. ആ മഴയിൽ എല്ലാം തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട രീതിയിൽ ക്രെയിനുകളും മറ്റു ലോറികളും അതുപോലുള്ള സൗകര്യങ്ങളൊന്നും ഈ ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ ഈ പുതിയതായിട്ടുള്ള ബെയിലി പാലമടക്കമുള്ള രീതിയിൽ അവിടെ റോഡ് ഗതാഗതം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും അത് ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 2 ദിവസമായി മഴ അവിടെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ പേരെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും, എത്രയും വേഗം രക്ഷിക്കാൻ കഴിയും, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 274 പേരെയാണ് അവിടെ രക്ഷിക്കാൻ കഴിഞ്ഞത്. 5 പേരുടെ മൃതദേഹങ്ങൾ നമുക്കിപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 100ഓളം പേർ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. അതിൻ്റെ ഇനി സംഖ്യ കൂടുമോ കുറയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് വ്യക്തമാവൂ. എൽദോ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ രക്ഷാപ്രവർത്തനം അത് വളരെ ദുഷ്കരമാണ്. എന്നാലും 270-ലേറെ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. മലയാളികൾ എല്ലാവരും സുരക്ഷിതരാണ്. അവർ അവിടെ ക്യാമ്പിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. കാർഷിക ക്ഷീരമേഖലകൾ തുറന്നു നൽകണമെന്ന അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഇന്ത്യ. കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ട്രംപിന് മോദിയുടെ പരോക്ഷ മറുപടി. ഇന്ത്യ-US തീരുവ തർക്കത്തിൽ വ്യാപാര മേഖല ആശങ്കയിലാണ്. US ബന്ധം വഷളാകുന്നതിനിടെ റഷ്യയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ഇന്ത്യയുടെ കാർഷിക ക്ഷീരമേഖലകൾ ഉൾപ്പെടുത്താൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഈ ആവശ്യം പൂർണ്ണമായി തള്ളിക്കളയുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപ്പര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് മോദി വ്യക്തമാക്കി. ഇതിന് താൻ വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വന്നേക്കാം, എന്തിനും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരത് अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा. और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. ട്രംപിന്റെ 50% താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് MS സ്വാമിനാഥൻ ശതാബ്ദി സമ്മേളനത്തിൽ മോദിയുടെ മറുപടി എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ നിലപാട് അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയവും മറുപടി നൽകി. അതേസമയം ഇന്ത്യ-US താരിഫ് തർക്കത്തിൽ വ്യാപാര മേഖല പ്രതിസന്ധിയിലാണ്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന വാഹന പാർട്ടുകൾ, വൈദ്യുതി ഉൽപ്പന്നങ്ങൾ, സ്റ്റീൽ, വസ്ത്രമേഖല, രാസവസ്തുക്കൾ, മരുന്നുകൾ എന്നിവയാണ് ഇത് രൂക്ഷമായി ബാധിക്കുക.
ഇന്ത്യക്ക് മേലുള്ള താരിഫ് പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നതും. We put a 50% tariff on India on oil. They're the second largest. They're very close to China in terms of the purchase of oil from Russia. അമേരിക്ക നിലപാട് ശക്തമാക്കുമ്പോഴും റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിൽ ഔദ്യോഗിക ചർച്ചകൾ തുടരുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വൈകാതെ മോസ്കോയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക നികുതി കയറ്റുമതിയെ സാരമായി ബാധിക്കുമെന്ന് മന്ത്രി പി രാജീവ്. അമേരിക്കൻ പ്രസിഡന്റ് ഉറക്കമെഴുന്നേൽക്കുന്ന മൂഡ് അനുസരിച്ചാണ് രാജ്യങ്ങൾക്ക് മേൽ തീരുവ അടിച്ചേൽപ്പിക്കുന്നതെന്നും രാജീവ് പറഞ്ഞു. ഇനിയിപ്പോൾ കയറ്റുമതി വലിയ പ്രതിസന്ധിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെ എണീക്കുന്നു എന്ന മട്ടിലായിരിക്കും അമ്മത്തെ തിരിവ് വരുന്നത്. ഇന്നിപ്പോൾ 25% കൂടി കൂട്ടി, 50%. ഞാനും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ബ്രദേഴ്സാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് വലിയ തിരിവയാണ് ഇന്ത്യക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി തന്നെ അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം. SIയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയെയാണ് തമിഴ്നാട് പോലീസ് വെടിവെച്ച് കൊന്നത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് സംഭവം. ആത്മരക്ഷാർത്ഥം വെടിവെച്ചു എന്നാണ് പോലീസിന്റെ വിശദീകരണം. ഈ വർഷം തമിഴ്നാട്ടിൽ നടക്കുന്ന 3ാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകമാണിത്. ഇന്ന് പുലർച്ചെ തമിഴ്നാട്ടിലെ ഉദുമൽപെട്ടിലായിരുന്നു ഏറ്റുമുട്ടൽ കൊല. ചൊവ്വാഴ്ച രാത്രി SIയെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രതി മണികണ്ഠനെയാണ് പോലീസ് വെടിവെച്ചു കൊന്നത്. മണികണ്ഠനെ പിടികൂടിയ ശേഷം കൊലയ്ക്കുപയോഗിച്ച ആയുധം കണ്ടെത്താൻ ചിക്കന്നൂരിനടുത്തുള്ള ഒപ്പാരു ഡാമിന് സമീപം എത്തിച്ചപ്പോഴായിരുന്നു അക്രമം. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശരവണനെ അരിവാൾ കൊണ്ട് ആക്രമിച്ചപ്പോൾ പോലീസ് വെടിവെക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കൈക്കു പരിക്കേറ്റ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശരവണൻ ചികിത്സയിലാണ്. ഗുഡിമംഗലത്തിനടുത്ത് മൂങ്ങിൽത്തൊഴുവ് സ്വദേശിയാണ് കൊല്ലപ്പെട്ട മണികണ്ഠൻ. ചൊവ്വാഴ്ച രാത്രി കുടുംബവഴക്ക് സംബന്ധിച്ച പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷിക്കാനെത്തിയ കുടിമംഗലം പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ സബ് ഇൻസ്പെക്ടർ ഷൺമുഖവേലിനെ മണികണ്ഠനും അച്ഛൻ മൂർത്തിയും സഹോദരൻ തങ്കപാണ്ടിയും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. AADMK നേതാവും MLAയുമായ മഹേന്ദ്രന്റെ എസ്റ്റേറ്റിലായിരുന്നു സംഭവം. മണികണ്ഠന്റെ അച്ഛനും സഹോദരനും ഇന്നലെ കീഴടങ്ങി. ആവർത്തിക്കപ്പെടുന്ന ഏറ്റുമുട്ടൽ കൊല വലിയ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. ഈ വർഷം ഇത് 3ാമത്തെ ഏറ്റുമുട്ടൽ കൊലയാണ് തമിഴ്നാട്ടിൽ. 2021 ശേഷം 18 ഏറ്റുമുട്ടൽ കൊലകളുണ്ടായി. ന്യൂസ് 18 തമിഴ്നാട്. ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ CRPF വാഹനം മറിഞ്ഞ് 3 ജവാന്മാർക്ക് വീരമൃത്യു, 16 പേർക്ക് പരിക്കേറ്റു. 187 ബറ്റാലിയന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ 23 പേരാണ് ഉണ്ടായിരുന്നത്. ബസന്ത്ഗർ മേഖലയിലെ പ്രത്യേക സൈനിക ഓപ്പറേഷന് ശേഷം മടങ്ങി വരുന്നതിനിടെയായിരുന്നു അപകടം. വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിനെ തുടർന്ന് കുരുക്കിലകപ്പെട്ട ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, അഗസ്റ്റിൻ ജോർജ്, മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളിയത്. വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിനെ തുടർന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടുകയും വർമ്മയെ സ്ഥാനത്ത് നീക്കം ചെയ്യാൻ ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. സഞ്ജീവ് ഖന്നയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദത്തിൽ കഴമ്പില്ലെന്നും കോടതി നിരീക്ഷിച്ചു. മാർച്ച് 14 ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തമുണ്ടാവുകയും രക്ഷാപ്രവർത്തനത്തിനിടെ കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ വീട്ടിൽ അടുക്കി വെച്ചതായി കണ്ടെത്തുകയും ചെയ്തത്. അരുന്ധതി റോയിയുടെയും AG നുറാനിയുടെയും അടക്കം 25 പുസ്തകങ്ങൾ നിരോധിച്ച് ജമ്മു കാശ്മീർ സർക്കാർ. ദേശസുരക്ഷയെ ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ആഭ്യന്തര വകുപ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. അരുന്ധതി റോയിയുടെ ആസാദി എന്ന പുസ്തകവും AG നുറാനിയുടെ ദ കശ്മീർ ഡിസ്പ്യൂട്ട് എന്ന പുസ്തകവുമാണ് നിരോധിച്ചത്. വിക്ടോറിയ ഷോഫീൽഡ്, സുമന്ദ്ര ബോസ്, ക്രിസ്റ്റഫർ സ്നേഡൻ തുടങ്ങിയവരുടെയും പുസ്തകങ്ങൾക്ക് നിരോധനമുണ്ട്.
കൊല്ലം കൊട്ടാരക്കര പനവേലി MC റോഡിൽ നിയന്ത്രണം വിട്ട വാൻ ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി 2 സ്ത്രീകൾ മരിച്ചു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. പനവേലിയിൽ അപകടങ്ങൾ പതിവാകുന്നതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ. ഇന്ന് പുലർച്ചെ 7 മണിയോട് കൂടിയായിരുന്നു അപകടം. പനവേലി ജംഗ്ഷനിൽ അമിത വേഗതയിൽ വന്ന ഒരു ഗുഡ്സ് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവിടെ ബസ് കാത്ത് നിന്ന 2 യുവതികളുടെ ദേഹത്തേക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ അവരിവിടെ തെറിച്ചു വീഴുകയും ചെയ്തു. തുടർന്നാണ് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവിടേക്ക് വരികയും ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ഓട്ടോയിൽ, ഇലക്ട്രിക് ഓട്ടോയാണ്, ഓട്ടോ ഇടിച്ച് തെറിപ്പിച്ചിട്ട് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് കടന്നു പോവുകയും ചെയ്തു. ഇടിയുടെ ആഘാതത്തിൽ 2 യുവതികൾക്കാണ് അതിദാരുണമായ അന്ത്യം സംഭവിച്ചത്. അവരെ ഇവിടെ നിന്നും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും സോണിയ എന്ന പേരുള്ള ഒരു യുവതി, അതുപോലെ തന്നെ ശ്രീകുട്ടി, അങ്ങനെ 2 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു. തുടർന്നാണ് ഈ വാഹനത്തിൽ ഇടിക്കുകയും ചെയ്തത്. ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. അയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പനവേലി ജംഗ്ഷനിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, ഇവിടെ വലിയൊരു വളവാണ്. നിയന്ത്രണം നഷ്ടപ്പെട്ട് നിരവധി വാഹനങ്ങൾ ഇവിടെ ഇടിച്ചു കയറി മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നുണ്ടായ അതിദാരുണമായ ഒരു അപകടമാണ്. യുവതികളുടെ ചെരുപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇവർ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. അതിൽ സോണിയ എന്നു പേരുള്ള യുവതി ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ നേഴ്സാണ്. മറ്റേ യുവതി ശ്രീകുട്ടി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. എന്തായാലും ഇവരുടെ ഈ ഒരു അതിദാരുണമായ അന്ത്യം നാടിനെ നടുക്കിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ശരിക്കും ഇതൊരു അപകട കെണിയായി തന്നെ മാറുകയാണ് ഇവിടെ, അല്ലേ? ഇവിടെ മാത്രമല്ല, ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർവേ അടിസ്ഥാനത്തിൽ ഏകദേശം 6ഓളം സ്പോട്ടുകളാണ് അവർ ഐഡൻറ്റിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അതായത് ഡേഞ്ചർ സ്പോട്ടുകൾ, പ്രത്യേകിച്ച് കരിക്കം ഇറക്കത്തിനടി എന്ന് പറയുന്നൊരു ഭാഗം, അതോടൊപ്പം തന്നെ സാധാരണ ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ, അതുപോലെ തന്നെ കക്കാട് എന്ന് പറയുന്ന പ്രദേശം നിരന്തരം അപകടം പെരുകുന്ന ഒരു ഡേഞ്ചർ സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ പുലർച്ചയിൽ ഉണ്ടായിട്ടുള്ള ഈ അപകടത്തിൻ്റെ ഭാഗമായിട്ടുള്ള പനവേലി എന്ന് പറയുന്ന ഈ സ്പോട്ട്, അതിനുശേഷം കമ്പങ്കോടും അടക്കമുള്ള 6 പ്രദേശങ്ങളാണ് ഡേഞ്ചർ സ്പോട്ടുകളായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഏകദേശം 10-36ഓളം മരണങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണിക്ക് പുലർച്ചയിൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ സോണി എന്ന് പറയുന്ന അദ്ദേഹവും അതോടൊപ്പം തന്നെ ശ്രീകുട്ടി എന്ന് പറയുന്ന ശ്രീകുട്ടി ബേക്കറിയിലാണ്, കൊട്ടാരക്കര ഒരു ബേക്കറിയിലാണ് വർക്ക് ചെയ്യുന്നത്. മറ്റേത് നമ്മുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും. അവർ 2 പേരും ഇവിടെ വന്ന് യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ നിൽക്കുമായിരുന്നു. അവർ നിൽക്കുന്നതിന് മുന്നോടിയായിട്ട് അതിന് മുമ്പിട്ട് തന്നെ ഒരു KSRTC ബസ് വന്നതിന് ശേഷം കുറച്ച് ആളുകൾ കയറിപ്പോയിരുന്നു. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ അപകടം ഉണ്ടായേനെ ആ സ്ഥലത്ത്. അപ്പോൾ രാവിലെ വന്ന് ഈ വണ്ടി വന്ന് ഇവരെ തട്ടി ഇട്ടതിന് ശേഷം ഇത് നേരെ ചെന്ന് ഈ ഓട്ടോറിക്ഷയിൽ ഇടിക്കുമായിരുന്നു. ആ ഓട്ടോറിക്ഷയിൽ ഇരുന്നത് വിജയൻ എന്ന് പറയുന്നൊരു ചേട്ടനാണ്. വിജയൻ എന്ന് പറയുന്ന ചേട്ടന് നേരത്തെയും ആക്സിഡൻറ്റ് ഉണ്ടായി വലിയ തോതിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം പൂർണ്ണമായിട്ടൊന്ന് തകർന്നുപോയി. അതിനുശേഷം ഈ വണ്ടി ഇവിടുന്ന് ഇടിച്ചതിന് ശേഷം എടുത്ത് തൊട്ടപ്പുറത്തുള്ള പാലത്തിൻ്റെ അടുത്ത് കൊണ്ടിട്ടതിന് ശേഷം ഡ്രൈവർമാർ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. കരിപ്പൂർ വിമാന അപകടത്തിന് നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 5 വയസ്സാണ്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഈ നാടിനുള്ള നന്ദി സൂചകമായി ചിറക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയാണ് 5ാം വാർഷികം ആചരിച്ചത്. നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ കെട്ടിടം സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്യും. 2020 ഓഗസ്റ്റ് 7 രാത്രി 8 മണിയോടെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ആ ദുരന്ത വിമാനം പറന്നിറങ്ങിയത്. ദുബായിൽ നിന്നും 184 യാത്രക്കാരും 6 ജീവനക്കാരുമായി കരിപ്പൂരിലെത്തിയ IX-1344 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കനത്ത മഴയിൽ റൺവേ കാണാതെ 2 വട്ടം ലാൻഡ് ചെയ്യാതെ പറന്നുയർന്നു. വിമാനം പിന്നീട് ലാൻഡ് ചെയ്തത് സാധാരണ ലാൻഡ് ചെയ്യാൻ ഉപയോഗിക്കാത്ത 10 റൺവേയിൽ. റൺവേയിൽ നിന്ന് തെന്നിമാറി ചതുപ്പ് നിലവും കടന്ന് 35 മീറ്ററോളം താഴേക്ക് വീണു 3 കഷ്ണമായി പുലരുകയായിരുന്നു വിമാനം. വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർത്ത് വിമാനത്തിന്റെ മുൻഭാഗം പുറത്തേക്കെത്തി. പൈലറ്റ് ദീപക് വസന്ത് സാഥെ, സഹ പൈലറ്റ് അഖിലേഷ് കുമാർ എന്നിവരെ കൂടാതെ 19 പേരാണ് അപകടത്തിൽ മരിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രദേശവാസികൾ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് നിരവധി ജീവൻ രക്ഷിച്ചത്. സ്വജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തിയ കരിപ്പൂർ നിവാസികളോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത്. മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് അപകടത്തിൽ മരണപ്പെട്ട യാത്രക്കാരുടെ ആശ്രിതരും പരുക്കുപറ്റിയ യാത്രക്കാരും ചേർന്ന് അപകട സ്ഥലത്തിന് പരിസരത്തുള്ള ചിറയിൽ ഫാമിലി ഹെൽത്ത് സെന്ററിന്
കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ സമയം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ 30 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കും. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നാട്ടുകാർക്ക് ആ അപകടം നടന്ന സ്ഥലത്തിന് ഒരു 200 മീറ്റർ അപ്പുറത്ത് നെടിയിരുപ്പ് ചിറയിൽ ആരോഗ്യ കേന്ദ്രം ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിക്ക് ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ്. 5 വർഷത്തിനിപ്പുറവും അധികൃതരുടെ ശ്രദ്ധ ലഭിക്കേണ്ട നിരവധി പ്രശ്നങ്ങൾ അപകടത്തെ അതിജീവിച്ചവർ നേരിടുന്നുണ്ട്. കേന്ദ്രം പ്രഖ്യാപിച്ച ധനസഹായവും സർക്കാർ വാഗ്ദാനം ചെയ്ത സൗജന്യ ചികിത്സാ സഹായവും ഇപ്പോഴും ലഭ്യമായിട്ടില്ലെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രവർത്തകർ പറയുന്നു. പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച ആ 10 ലക്ഷം എയർ ഇന്ത്യ കൊടുത്ത തുക ഇവർക്ക് കിട്ടിയ ഇൻഷുറൻസ് തുകയിൽ നിന്ന് കുറച്ച് കളയും. 30 ലക്ഷം രൂപ നമ്മൾ ക്ലെയിം സൈൻ ചെയ്തപ്പോൾ 20 ലക്ഷം രൂപ അവർക്ക് കിട്ടി. കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ആ 10 ലക്ഷം രൂപ ഗവൺമെന്റ് ആയിട്ട് തന്നെ ഇവർക്ക് കൊടുക്കണം. വിമാനാപകടത്തിൽപ്പെട്ടവർക്ക് 12 ലക്ഷം മുതൽ 7.5 കോടി വരെ ഇൻഷുറൻസ് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു വിഹിതം നൽകിയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത്. ന്യൂസ് 18 മലപ്പുറം. കൊച്ചിയിൽ മെട്രോ റെയിൽ പാലത്തിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവ് മരിച്ചു. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി നിസാറാണ് മരിച്ചത്. തൃപ്പൂണിത്തുറ വടക്കേക്കോട്ടയിലാണ് നിസാർ മെട്രോ പാലത്തിൽ നിന്നും താഴേക്ക് ചാടിയത്. തുടർന്ന് ഇയാളെ അതീവ ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളുമാണ്. എന്താണ് ഈ കാരണം അത്തരത്തിൽ ജീവനൊടുക്കാൻ? എന്താണ് ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ താഴെ കൂടിയിരുന്നവരും. മാത്രമല്ല ഫയർഫോഴ്സ് അവിടെ വല വിരിച്ച് രക്ഷപ്പെടുത്താനും ശ്രമിച്ചു. അതും ഫലവത്തായില്ല എന്നാണോ? എന്തോ മെട്രോ ട്രാക്കിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തി വല വിരിച്ച് അതിലേക്ക് ചാടൂ എന്ന് പറയുന്നുണ്ട്. രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അയാളെ മരിക്കാൻ തന്നെ തീരുമാനിച്ചെന്ന മട്ടിൽ തന്നെയാണ് വേറൊരു ഭാഗത്തേക്ക് എടുത്തു ചാടുകയായിരുന്നു. വളരെ താഴ്ചയുള്ള, അതായത് പാലത്തിൽ നിന്നും ഒരുപാട് താഴ്ചയുള്ള ഒരു ഭാഗത്തേക്ക് തന്നെയാണ് വീണത്. അടുത്ത് തന്നെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് ഉടൻ തന്നെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും തൃപ്പൂണിത്തുറയ്ക്കും കടവന്തറയ്ക്കും ഇടയിൽ മെട്രോ സർവീസ് കുറെ സമയം നിർത്തിവെക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ആലുവ ഭാഗത്തേക്കുള്ള പ്ലാറ്റ്ഫോമിന് സമീപത്തെ എമർജൻസി ട്രാക്കിലൂടെയാണ് ഈ നിസാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പാളത്തിന്റെ നടുവിലേക്ക് പോയത്. ജീവനക്കാർ അപ്പോൾ തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതിനുശേഷം അവർ തന്നെയാണ് ഫയർഫോഴ്സിനെ അറിയിച്ചതും. ഫയർഫോഴ്സ് അതായത് ഈ മെട്രോ പാലത്തിന് മുകളിൽ കയറുന്ന താഴേക്ക് റോഡിലേക്ക് ചാടുകയായിരുന്നു. അതിലേക്ക് കയറുന്നത് വരെയും ജീവനക്കാർ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും പക്ഷെ ഇയാൾ ഓടി നേരെ പാലത്തിലേക്ക് കയറി താഴേക്ക് എടുത്ത് ചാടുന്ന സാഹചര്യമായിരുന്നു. അപ്പോഴേക്കും ഫയർഫോഴ്സ് എത്തിയിരുന്ന സ്ഥലത്ത് അവർ തന്നെയാണ് എന്തോ സൂചിപ്പിച്ചതുപോലെ ഈ വല വിരിച്ച് അതിലേക്ക് ചാടൂ എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് ഉണ്ടായില്ല. എന്തായാലും അയാളെ രക്ഷിക്കാനായില്ല. ഏത് സാഹചര്യത്തിലാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നേ ഉള്ളൂ. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം അയക്കും. തിരൂരങ്ങാടി സ്വദേശി, മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി നിസാർ എന്ന ചെറുപ്പക്കാരനാണ്. 32 വയസ്സായിരുന്നു. അദ്ദേഹമാണ് ആത്മഹത്യ ചെയ്തത്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എറണാകുളത്തെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്തോ എന്നാലും അതീവ ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് അദ്ദേഹത്തിന് ഏറ്റത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നേരെ താഴത്തെ റോഡിലേക്ക് ചാടുകയായിരുന്നു. ഫയർഫോഴ്സ് വല വിരിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അവിടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആളുകളുടെ പ്രതികരണം കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ദാരുണമായിട്ടാണ് അദ്ദേഹം ആ നിലത്തേക്ക് പതിച്ചത്. ആജ്ഞ രവീന്ദ്രൻ വിവരം നൽകിയത്. ഒരിടവേള കൂടി. വാർത്തയിലേക്ക്. കൊല്ലം തെന്മലയിൽ വീട്ടിൽ കയറി പുലി വളർത്തുനായയെ പിടിച്ചു. 40-ാം മൈൽ സ്വദേശി പ്രേംജിത്തിന്റെ വീട്ടിലെ സിറ്റ് ഔട്ടിൽ കയറിയാണ് നായയെ പിടികൂടിയത്. പുലിയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു.
എറണാകുളം കോതമംഗലം പൂയംകുട്ടിപ്പുഴയിൽ ആനകളുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി. മണികണ്ഠൻ ചാൽ ചപ്പാത്തിന് സമീപം കണ്ട ആനയുടെ മൃതദേഹം വനപാലകരും നാട്ടുകാരും ചേർന്ന് കരക്കടുപ്പിച്ചു. കണ്ടൻപാറ ഭാഗത്തും ഒരു ആനയുടെ മൃതദേഹം കണ്ടെത്തി. മഴവെള്ളപ്പാച്ചിലിൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. പരിക്കേറ്റ രണ്ടുപേരെ പെരുമാതുറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശികളായിട്ടുള്ള നിക്സൺ, വിനീത് എന്നിവർക്കാണ് പരിക്കേറ്റത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെയാണ് അപകടം. വള്ളത്തിൽ 5 പേരുണ്ടായിരുന്നു. അഴിമുഖത്തെ ശക്തമായ തിരയാണ് അപകടത്തിന് കാരണമായത്. അഞ്ചുതെങ്ങ് സ്വദേശി ഔസേപ്പിന്റെ ഉടമസ്ഥയിലുള്ള ഇൻഫന്റ് ജീസസ് എന്ന വള്ളമാണ് മറിഞ്ഞത്. തദ്ദേശ വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയപരിധി നീട്ടി. ഓഗസ്റ്റ് 12 വരെ നീട്ടിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. സമയപരിധി നീട്ടണമെന്ന് കോൺഗ്രസ്, CPI, BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഓണത്തിന് യൂറോപ്പിലേക്ക് മിതമായ നിരക്കിൽ ടൂർ പാക്കേജ് ഒരുക്കുകയാണ് സ്വിറ്റ്സസ് ഹോളിഡേയ്സ്. ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഇറ്റലി, ബെൽജിയം, നെതർലൻഡ്സ് തുടങ്ങി ഓസ്ട്രിയ വരെ കണ്ട് ആസ്വദിക്കാം. കൊച്ചിയിൽ നിന്ന് യൂറോപ്പിലേക്ക് എല്ലാ ദിവസവും ട്രിപ്പ് ഉണ്ടാകും. മിതമായ നിരക്കിൽ പ്രീമിയം സേവനങ്ങളോടുകൂടിയാണ് പാക്കേജുകൾ. 2,30,000 രൂപ മുതലാണ് പാക്കേജ് ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും യൂറോപ്പിലേക്ക് സ്വിറ്റ്സസിനോടൊപ്പം. ഭാരതത്തിലെ പ്രമുഖ വ്യവസായിയായിട്ടുള്ള മുകേഷ് അംബാനിയുടെ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ സാമ്പത്തിക വർഷം സർക്കാർ ഖജനാവിലേക്ക് അടച്ചത് 2.10 ലക്ഷം കോടി രൂപ. കഴിഞ്ഞ 6 വർഷത്തിനിടെ റിലയൻസ് നൽകിയ മൊത്തം നികുതി തുക 10 ലക്ഷം കോടി കവിയുകയും ചെയ്തു. 10 വർഷം കൊണ്ട് ഓഹരി ഉടമകളുടെ സമ്പത്ത് 5 ഇരട്ടി ആയിട്ടുമുണ്ട്. വിവിധ നികുതികൾ, ചെലവുകൾ, സ്പെക്ട്രം ഫീസ് തുടങ്ങിയവയിലൂടെയാണ് സർക്കാർ ഖജനാവിലേക്ക് ഇത്രയും തുക നൽകിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ 12.8% ഉയർന്ന തുകയാണ് ഇത്തവണ നൽകിയത്. റിലയൻസിന്റെ സംഭാവന ആദ്യമായാണ് 2 ലക്ഷം കോടി കവിയുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,400, പവന് 75,200. 18 ക്യാരറ്റ് ഗ്രാമിന് 7,760, പവന് 62,080. വെള്ളി ഗ്രാമിന് 125 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ന്യൂസ് അറ്റ് ലൈവ് പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാലത്ത്.